പ്രധാന എൻട്രൻസിൽ നിന്നും കിച്ചൺ വരെ സ്ട്രെയിറ്റ് കോറിഡോർ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചൺ വരുന്നു, ഡൈനിങ് ഏരിയ വരുന്നു, മാസ്റ്റർ ബെഡ്റൂം വരുന്നു, നേരെ വാഷ് കൗണ്ടർ വരുന്നു, ലിവിങ് സ്പേസ് വരുന്നു, വീണ്ടും ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. കിച്ചണേക്കാൾ സൗകര്യമുള്ള വർക്ക് ഏരിയ ആണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്, ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഈ വീടിന് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. റൂഫിങ്ങിന് നേരെ കൊടുത്തിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് താഴത്തേക്ക് കിട്ടുന്നുണ്ട്. അതും വാഷ് കൗണ്ടറിലേക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന വെട്ടുകല്ലിൻ്റെ രീതിയിലുള്ള ഡിസൈനും ഭംഗിയാക്കുന്നുണ്ട്. എടപ്പള്ളി, കാക്കനാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും വളരെ അടുത്തായിട്ട്, അതായത് പുക്കാട്ടുപടി ജംഗ്ഷനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വന്നുള്ളത്. അപ്പോൾ ആ പ്രോജക്റ്റിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ലയുടെ എൻട്രൻസ് വന്നുള്ളത്. റെഡി ടു മൂവിലാണ് വില്ലയുള്ളത്. നേരെ കയറി താമസിക്കാവുന്ന രീതിയിലാണ് വീട് പണിത് തീർന്നിട്ടുള്ളത്. അപ്പോൾ 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. നാല് മീറ്റർ വൈഡ് റോഡാണ് ഇതിന് ഇൻറ്റേർണലായിട്ട് കൊടുത്തുള്ളത്. ബോക്സി ഡിസൈനാണ് എലവേഷൻ വന്നുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാം. കാർ പോർച്ച് സെറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിന് പില്ലർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഇവിടെ നമുക്ക് കാർ പോർച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ വന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റിലേക്കാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയും. തെക്ക് പടിഞ്ഞാറ് ഭാഗമാണത്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു കാർ പോർച്ച് ചെയ്യാവുന്നതാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. വീട് നമുക്കൊന്ന് ചുറ്റിക്കാണാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് വരും. നേരെ നമുക്ക് കിഴക്കോട്ട് വരാം. വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. അതായത് ഇതാണ് കിഴക്ക് വശം, ഇത് വടക്ക് വശമാണ്. അപ്പോൾ കിണർ വന്നിരിക്കുന്നത് വടക്ക് വശത്താണ്. ഏകദേശം വാസ്തു നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുംഭം രാശിയിലാണ് കിണർ വന്നുള്ളത്. 12 രാശികളായിട്ടാണ്, അതായത് വാസ്തുമണ്ഡലം തിരിക്കുമ്പോൾ 12 രാശികളായിട്ട് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് 12 രാശികളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുംഭം രാശിയിലാണ് ഈ കിണർ വന്നുള്ളത്. നേരെ നമുക്ക് കിഴക്കോട്ട് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിഴക്ക് വശത്താണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ കിഴക്കാണ് ഇവിടെ അടുക്കള വന്നുള്ളത്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അകത്തുനിന്ന് കാണുന്നുണ്ട്. നടക്കാനുള്ള സ്പേസോട് കൂടി തന്നെയാണ്, അതായത് സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്, അതായത് തെക്ക് കിഴക്ക് ഭാഗമായിട്ട് വരും. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വന്നുള്ളത്. അപ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 2 പില്ലർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ്റെ മേലെ പോളികാർബൺ ഷീറ്റാണ് കൊടുത്തുള്ളത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. നേരെ വീടിനകത്തേക്കാണ് കയറുന്നത്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. ഇങ്ങനെ 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം ലിവിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ കളർ പാറ്റേൺ ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. നേരെ ലിവിങ്ങിലേക്ക് വരാം. ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്ന ടൈലിന് വേറൊരു കളർ പാറ്റേൺ ആണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തുള്ളത്. അപ്പോൾ ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും 3 പാളി ജനൽ ഫുൾ പാനലോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായുള്ള ഒരു TV യൂണിറ്റ്. ഇവിടെ
വലിയൊരു ടി വി ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്, താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്, ഒരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു ടീപ്പോയും കൂടി വീഴുന്ന രീതിയിലാണ് ഇതിന് സ്പേസ് വന്നുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്, തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. ഇവിടെ 3 പാളി ജനലാണെങ്കിൽ ഇവിടെ 2 പാളി 2 ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് കബോർഡ് വന്നുള്ളത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേണാണ്. നല്ലൊരു വാഷ് സ്പേസും വന്നിട്ടുണ്ട്. അത് പെഡസ്റ്റൽ ടൈപ്പാണ്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് കൊടുത്തുള്ളത്. ഇവിടെ ഇതാണ് ഡയവേർട്ടർ വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമ്മൾ കണ്ടു. ഇതിൻ്റെ ഡോറ് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറാണ് വന്നുള്ളത്. അപ്പോൾ ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. നേരെ ഡൈനിങ് വിത്ത് വാഷ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഡൈനിങ് ഏരിയ. 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന സ്പേസ് ഉണ്ട്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഒതുങ്ങി മാറിയിട്ടാണ് ഇൻവെർട്ടറിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫാൾ സീലിംഗിലാണെന്നുണ്ടെങ്കിലും ഓരോ ഫാൻസി ലൈറ്റുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ വാഷ് കൗണ്ടറിലേക്ക് വരാം. വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായുള്ള രീതിയിലാണ്. താഴെ ടഫൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഗ്രീൻ മാറ്റ് പെബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ ബ്ലാക്ക് ഡിസൈനിലുള്ള വാഷ് കൗണ്ടറാണ് വന്നുള്ളത്. അതായത് വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു പില്ലർ കോക്ക് വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. അതിൻ്റെ മേലെയും ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൻ്റെ മേലെയും ഗ്ലാസ് വർക്കാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ളായിട്ട് റെഡ് ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്കാണ് വന്നുള്ളത്. അതിനെ സെപ്പറേഷൻ ചെയ്യുന്ന ഒരു വർക്കും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ കറക്റ്റായിട്ടൊന്ന് മറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൊരു വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ബെഡ്റൂമിലേക്ക് തന്നെ നമുക്ക് പോകാം. ഏകദേശം ഒരു 12.5 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡുമാണ്. മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്. ഒരു വെറ്റ് ട്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. ഓപ്പൺ കിച്ചനാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മേലെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തുള്ളത്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചൺ നല്ല വലിപ്പമുണ്ട്. ഇതിലൊട്ടിച്ചിരിക്കുന്ന ടൈല് വുഡിൻ്റെ ടെക്സ്ചറുള്ള 4x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ വെക്കാവുന്നതാണ്. എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കിഴക്ക് സൈഡിൽ 3 പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെ നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് ഇനി വരാനുണ്ട്. ധാരാളം പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചൺ നമുക്കിവിടെ കിട്ടി. കിച്ചന് മേലെ ഫാൾ സീലിംഗ് ചെറുതായിട്ടൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ ഗ്രില്ല് കൊടുത്തിരിക്കുക, മെഷ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. മേലെ സ്ക്വയർ ട്യൂബിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഈസ്റ്റിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിരിക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈൽ 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ഫ്രിഡ്ജിനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പം ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഫ്രിഡ്ജ് അവിടെയും വെക്കാവുന്നതാണ്. ധാരാളം പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിന്റുകളൊക്കെ കൊടുത്ത് ഭംഗിയും അതുപോലെ തന്നെ നല്ലൊരു സൗകര്യത്തിലാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അപ്പർ ലിവിങ്ങിലേക്ക് പോകാം. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്റ്റീലിലാണ്. വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈൽ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ഭിത്തിയാണ്, അതും ഈസ്റ്റ് സൈഡിൽ വരുന്നതാണ്. നല്ല ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. മേലേക്ക് കയറാം. മേലെ പെർഗോള കൊടുത്തിട്ടുണ്ട്. അകത്ത് ഗ്ലാസും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പർ ലിവിംഗ് ആണ്. അപ്പർ ലിവിങ്ങിൽ ടൈലിൻ്റെ കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. 4x2 ഗ്ലോസി ഡിസൈനിലെ ടൈലാണ് കൊടുത്തുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ ആദ്യം വരാം. പന്ത്രണ്ടര അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ബാത്റൂമുകളെല്ലാം വെറ്റ് ട്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ
അടുത്ത സെക്ഷനിലേക്കാണ് വരുന്നത്. അതായത് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതും 12 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ. ഇതാണ് തെക്ക് വശം, 3 പാളി ജനൽ. ഇത് പടിഞ്ഞാറ് വശമാണ്. മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള കബോർഡ് തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നേരെ ബാത്റൂം ഒന്ന് കാണാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, പിന്നെ ഇവിടെയായിട്ട് മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. 3-വേ മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് മാറ്റാണ്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഇപ്പോൾ ഡോറിൻ്റെ പാറ്റേണിലും കളർ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഇതും കവർ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് മെഷ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ. താഴെ മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. 2x2 മാറ്റ് ടൈല്. ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണ് ലാഡർ. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തുള്ളത്. സ്ലൈഡ് ചെയ്തിട്ട് കയറാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിൻറ്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. നേരെ നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിങ്ങിലെ ലിവിങ് സ്പേസും നല്ലൊരു ഡബിൾ ഹൈറ്റും കാണാം. ഈ ഭാഗമാണ് ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമാണ്. വാഷ് കൗണ്ടറിൻ്റെ മേലേന്ന് വരുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നേരെ ലിവിങ്ങിലേക്ക് വരാം. ലിവിങ് സ്പേസിലും, അതായത് അപ്പർ ലിവിങ് സ്പേസിലും TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ധാരാളം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഒരു കോർണർ സോഫ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എടപ്പള്ളി റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്തുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. മാത്രമല്ല എൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള കിച്ചനും വർക്ക് ഏരിയയുമാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. താഴെ തന്നെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. മേലെയും 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളും ആണ്. എല്ലാം ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.